പ്രജ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ലാഹേൽ വക്കച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കുക, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് 5 പെഗ് ജോണി വാക്കറിന്റെ വാറല്ല, സീസൺഡ് പൊളിറ്റീഷ്യനായ ലാഹേൽ വക്കച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടം വരെ ഇവിടെ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഡയലോഗും പറച്ചിലും ഈ 2.25 മണിക്കൂർ 2.5 മണിക്കൂറുള്ള നാടകം മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ടല്ല അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊരു 10-15 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് തന്നെ എല്ലാവരും ബൈഹാർട്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് സ്റ്റേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും. 1 പേജ് 2 പേജ് അല്ല, എത്ര പേജ് തന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പിന്നെ ശ്രദ്ധിച്ച കാര്യം, ഈ നാടകത്തിന് ആരോപിച്ച് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇത്തിരി കൂടുതലാണ് എന്ന് പറയും. സിനിമയിൽ വരുമ്പോൾ നാടകത്തിന് അത് ആവശ്യമാണ്, സിനിമയിൽ വരുമ്പോൾ അത്ര വേണ്ട എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ എന്നപ്പേട്ടൻ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ നരസിംഹത്തിന്റെ തുടക്കത്തിൽ നീ പകപോക്കാണല്ലേടാ ചോദിച്ചാൽ ശരി, അല്ലെങ്കിൽ മമ്പറം ബാവ എന്ന് പറയുന്ന വല്യേട്ടനിലെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ശരി, സല്ലാപം എന്ന് പറയുന്ന സിനിമയിൽ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി, പത്രത്തിലെ വിശ്വനാഥൻ ഇത് കൊച്ചിയാണ്, വിശ്വനാഥന്റെ കൊച്ചി എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഒരു ആവശ്യത്തിനധികമെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിലും ജനങ്ങൾ തെറ്റു പറയാത്ത അവസ്ഥയിലെത്തുന്ന രീതിയിൽ പോലും ശബ്ദം ഉയർത്തി സംസാരിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവ് നാടകത്തിൽ നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ തിരിച്ചറിവ് ഉള്ളവരാണ് നിലയിൽ നിന്ന് പോകുന്നത് സിനിമയിൽ. കാരണം നാടകാഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ സിനിമയിലേക്ക് വരും. അത്ര ലൗഡാകേണ്ട കാര്യമില്ല. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ മൈക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്രയും കൂടി ലൗഡായിട്ടൊക്കെ പറയേണ്ടി വരും. ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്തോറും ലൗഡായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. മൈക്കിനോട് അടുക്കുമ്പോൾ അത് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം നാടകത്തിന് നാടകീയതയാവാം, അതിന്റെ സംഭാഷണത്തിലുണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഇത്തിരി സാഹിത്യമൊക്കെ കലർന്ന സംഭാഷണമായിരിക്കുള്ളൂ മിക്കവാറും. ജനാർദ്ദന്റെ നാടക പരിപാടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? ഞാൻ 1-2 നാടകത്തിൽ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നേരെ സിനിമയിലേക്ക് തന്നെയുള്ള പരിപാടികളായിരുന്നു. പിന്നെ ഈ എനഫേട്ടന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതേ, ഏത് വേഷവും പുള്ളിക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. കാരണം ഇപ്പൊ പ്രായമുള്ള വേഷങ്ങളൊക്കെ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഇപ്പൊ വളരെയധികം പ്രായമുള്ള വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. എന്റെ തന്നെ അച്ചാമ്മക്കൂട്ടർ അച്ഛനിലൊക്കെ നായികയുടെ അച്ഛനാണ്. പിന്നെ അതുപോലെ തന്നെ വാഴുന്നൂരിലെ ജനവേട്ടൻ അച്ഛൻ ഏറ്റവും മൂത്ത മകനാണ്. ഏറ്റവും മൂത്ത മകനാണ് കുരുവിള എന്ന് പറയുന്ന കഥാപാത്രമാണ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്ത്. പിന്നെ ഈ പ്രായത്തിൽ നിന്ന് മാറി വിഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറുപ്പം ഫീൽ ചെയ്യുന്ന ആ സമയത്ത്. അപ്പൊ ഈ ചെറിയ കഷിന്റെയൊക്കെ ഉള്ളത് കൊണ്ട് പ്രായമാക്കാനും എളുപ്പമാണ് പുള്ളിനെ. നല്ല വിഗൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുപ്പത്തിലേക്ക് മാറ്റാനും കഴിവുള്ള ഒരു നടനാണ്. അപ്പൊ ഏത് രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. രൂപം മാറാൻ പറ്റും അദ്ദേഹത്തിന്. ഈ സമൂഹത്തിന്റെ ഏത് പ്രദേശത്ത് കൊണ്ട് നിർത്തും, നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നല്ല ലെവലിൽ നമ്മൾ വളരെ എക്സിക്യൂട്ടീവ് പ്രദേശങ്ങളിലും കൊണ്ട് നിർത്താൻ, നല്ല കയ്യിലേക്ക് കുത്തി ഒരു ബനിയനൊക്കെ ഇട്ട് നല്ല ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ കൊണ്ട് നിർത്തണമെങ്കിലും ഈ എന്താ പറയുന്ന അതിന്റെ ഒരു ടെറൈനുമായിട്ട് സിങ്കാകുക എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്റെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശത്ത് മന്ത്രമുദ്രത്തില് റേഷൻ കടക്കാരൻ റേഷൻ കട മുതലാളിയായിട്ടാണ്. റേഷൻ കടക്കാരനായിരുന്നു തന്നെ തോന്നുമല്ലോ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും മാനറിസവും. നമ്മളെന്താ ദുബായ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പരിപാടി. ചില നടന്മാരെ കുറിച്ച് പറയും, ജലം പോലെയാണ്. ജലം ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കുന്ന പോലെ കഥാപാത്രവും അതുപോലെ മാറി വരുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് എനഫേട്ടൻ.